ഒരു ഫാഷൻ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പിള്ളേർ പണ്ട് നമ്മൾ 90s മുതൽ തന്നെ അവിടെ ഈ ഇപ്പോഴാണ് ഈ ചൈനയിൽ നിന്നൊക്കെയുള്ള എക്സ്പോർട്ട് ഒക്കെ വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ബാങ്കോക്കിലും അതിന് മുന്നേ ഐ ഡോണ്ട് നോ വെർ എക്സാക്ട്ലി ഇറ്റ് കെയിം ഫ്രം, ബട്ട് ദർ ഈസ് എ കൾച്ചർ. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കോഴിക്കോട് ചുള്ളൻ ചെക്കന്മാർ നമ്മുടെ അവിടുത്തെ കുറേ ഫേമസ് ഹാങ് ഔട്ട് സ്പോട്ട്സും ചില സലൂൺസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഫുൾ ഡ്രിപ്പാണ്, ഫുൾ സ്റ്റൈലിലാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് നമ്മളത് ആ മലബാറിൻ്റെ ഒരു പരിപാടി ആയിരിക്കാം. ഇനി അത് പിടിക്കാൻ ഓർഗാനിക്കിൽ ഞാനിപ്പോൾ അതിന് ശേഷം കോളേജിൽ പഠിച്ചു തുടങ്ങിയപ്പോഴും അവിടെ പോയിട്ട് ഏറ്റവും ട്രെൻഡിലുള്ള സാധനങ്ങൾ മേടിച്ചിടുക. ആൻറ്റി ഫിറ്റ് ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. ബൂട്ട് കട്ടൊക്കെ കഴിഞ്ഞ് വന്ന് മറ്റേ ഈ ജീൻസിൽ യമഹ എന്നൊക്കെ വലിയ അതൊക്കെ 2009 10 കാലഘട്ടത്തിൽ ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിട്ട് ഇറങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ പല പല ഫാഷൻസ്. അപ്പം ഓൾവേസ് വാണ്ടഡ് ടു always had an eye for clothing and looking good. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റ്സിലെല്ലാം വരുവാണ്. പിന്നെ പുതിയ പരിപാടി പിടിക്കുക, ഏറ്റവും പുതിയ ട്രെൻഡ് നമ്മളതിൽ ഉണ്ടാവണം എന്നുള്ള ഒരു പലപ്പോഴും പലതും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. നീരജിൻ്റെ എസ്പെഷ്യലി ഈ പറഞ്ഞ ഡ്രസ്സിങ്ങിൻ്റെയും ഈ സ്റ്റൈലിൻ്റെ എല്ലാം കാര്യത്തിൽ വെച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓ ഈസ് എ ജാഡ ബോയ്. നീരജ് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് 100%. സോ എൻ്റെ ചോദ്യം, എനിക്കിതിൻ്റെ ഉത്തരം അറിയാം, ബിക്കോസ് ഐ ഹവ് നോൺ യു ഇത്രയും വർഷം. യു ആർ മൈ ഫ്രണ്ട്. അപ്പം ആ യു എ ജാഡ ബോയ് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അത് ഇറ്റ്സ് ഫോർ പീപ്പിൾ ടു ഇൻ്റർപ്രറ്റ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന് ജാടയായിട്ടാണോ ആൾക്കാർക്ക് ഐ എം ജസ്റ്റ് ഐ എം എ വെരി എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. പബ്ലിക് ഫിഗേഴ്സായിട്ടുള്ള ആളുകളെല്ലാം എന്താ പറയുക എളിമയോടുകൂടി പെരുമാറണം എന്നൊക്കെ പറയുന്ന ഒരു എന്തായാലും പറയുക ഒരു നാട്ടുനടപ്പ് അല്ലേ. അപ്പോൾ ഈ നാട്ടുനടപ്പ് പ്രകാരം ആളുകൾക്ക് ഇഷ്ടം എപ്പോഴും വളരെ സിമ്പിളായി നടക്കുന്ന, വളരെ സോഫ്റ്റ് സ്പോക്കണായി ചമ്മലും ജാള്യതയും നാണമൊക്കെ കാണിച്ച് നിൽക്കുന്ന ആളുകളോടാണ് അവരോടൊരു എന്തോ ഒരു സാധനമുണ്ട്. അത് പക്ഷേ അത് എല്ലാവരും ചെയ്യുന്നത് ജെന്യുവനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് മുൻനിരയിൽ എത്തണമെങ്കിൽ യു കനോട്ട് എക്സൽ വിത്ത് ഓൾ ദീസ് ക്വാളിറ്റീസ്. യു ഹാവ് ടു ബി കോമ്പറ്റീറ്റീവ്, സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, വെൽ സ്പോക്കൺ, വെൽ പ്രസൻറ്റബിൾ. അപ്പം പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മുന്നേറി നിൽക്കുന്ന ഒരാൾ ശരിക്കും ഇത്രയും നാണവും ചമ്മലുള്ള ആളായിരിക്കുമോ? ആയിരിക്കില്ല. സോ ലോട്ട് ഓഫ് ദെം ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ടു ബി ദാറ്റ്.